മാതൃഭൂമി പ്രസ്ഥാനം ആരംഭിച്ച് സ്വാതന്ത്ര്യ സമരത്തിന് അന്ന് കേരളം കണ്ടത്. അതിനു മുൻപ് കെ പി കേശവമേനോൻ തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കാണുമ്പോൾ ടി കെ മാധവൻ അന്ന് അയിത്തത്തിനെതിരെ പോരടിക്കണം. 100 കൊല്ലം മുമ്പാണ്. ഇന്നത്തെ മലയാളിയിലേക്ക് എത്താൻ നടന്നു തീർത്തത് വലിയ ദൂരമാണ്. അദ്ദേഹം ആ സമരത്തെ നേരിട്ട് ആശീർവദിക്കുന്നുണ്ട്. ഇരുന്നൂറിലേറെ പുസ്തകങ്ങളുടെ രചയിതാവ്. ആ ചരിത്രത്തിലൂടെ പോയാൽ നാം പിന്നിട്ട വഴിത്താര, നാം ഏറ്റെടുത്ത വെല്ലുവിളികൾ, നാം എവിടെ നിൽക്കുന്നുവെന്നറിയാൻ അത് മാത്രം മതിയാകും. അങ്ങനെയുള്ള മാതൃഭൂമിയുടെ വൈക്കം സത്യാഗ്രഹ ചരിത്രം, മാതൃഭൂമി രേഖകൾ എന്ന് പറയുമ്പോൾ അതിന് ആധികാരികതയുണ്ട്. അത് അതാത് സമയത്ത് ആഴ്ചയിൽ 3 ദിവസം മാത്രം പ്രസിദ്ധീകരിച്ചിരുന്ന കാലഘട്ടത്തിലായാൽ പോലും വാർത്ത എന്ന നിലയിൽ ഒപ്പിയെടുത്ത കാര്യങ്ങൾ അതേപോലെ ഉൾക്കൊണ്ട് അതിനെ സ്വാംശീകരിച്ച് ജയരാജനെയും പുസ്തകത്തിൽ എഴുതിയത് ഒരു വലിയ മുതൽക്കൂട്ടാണ്. നമ്മുടെ സാധാരണ ചരിത്രം തിരിച്ചൊടുക്കില്ലാത്ത ഗതിപ്രവാഹമാണ്. അതിൽ നിന്ന് ഒപ്പിയെടുത്ത് വെക്കുന്നവരാണ് തലമുറകൾക്ക് വേണ്ടി അത് നിധിയായി ശേഖരിച്ചു നൽകുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ വൈക്കം സത്യാഗ്രഹം ആ ഒരൊറ്റ കാരണം, ആ ഒരൊറ്റ ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം മതിയാവും, അല്ലെ പഠനം മതിയാവും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഏകീകരിക്കാൻ. ജാതീയത ഉച്ചനീചത്വങ്ങൾ കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിച്ച മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടത്തില് നമ്മുടെ നാട്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അധ്യായമായി അത് മാറിക്കഴിഞ്ഞിട്ടുള്ളതാണ്. ജയരാജന്റെ പുസ്തകം എനിക്ക് ജയരാജൻ നേരത്തെ അയച്ചു തന്നിരുന്നു. എനിക്കറിയില്ല എന്ത് പറ്റിയെന്നറിയില്ല, എന്റെ കൈവശം എത്തി. അതിൽ ശ്രീനാരായണഗുരുദേവന്റെയും അതുപോലെ മഹത്മാന്മാരുടെ ഒക്കെ പങ്കുണ്ട്. അതൊന്ന് ആലോചിക്കണം. 500 പേര് മതിയെന്ന് സാർ ഗുരുദേവൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്കും 5000 എല്ലാ ഗ്രാമങ്ങളെയും സവർണ്ണ ജാഥയാണ്. അതുപോലൊരു ജാഥ അവിടെ നിന്നും കന്യാകുമാരിയിൽ നിന്നും ഒരു ജാഥ ഇങ്ങോട്ടും വന്ന് രണ്ടും കൂടി ഒരു കാലത്ത് ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഈ നവോത്ഥാന പ്രക്രിയയിൽ ഒരുപാട് ആളുകൾ പങ്കാളികളാണ്. തമിഴ്നാട്ടിൽ ഇപ്പോഴും നിങ്ങൾ പോയാൽ ചില ഗ്രാമങ്ങളിൽ ഗ്ലാസിൽ ചായ കൊടുക്കുന്നു. പൊതുസ്ഥാപനമായ ചായക്കടയിൽ ഇപ്പോഴും ചിരട്ടയിൽ കൊടുക്കും. മാതൃഭൂമി എന്നൊരു വാർത്ത ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 2 മാസം മുമ്പ്. അമ്പലം എല്ലാവർക്കുമായി തുറന്നു കൊടുക്കും. മതിലിക്കടുത്താണ്. എന്റെ ഫയലിലുണ്ട്. ചെന്നാലും അന്വേഷിക്കോ ഗവർണറായിട്ട് എനിക്ക് ഒരുപാട് പരിചയം. അമ്പലം തുറന്നു കൊടുത്ത ആ വില്ലേജിലെ 2 പ്രധാനപ്പെട്ട ആ ആളുകൾ ഒന്നിച്ചു ചേർത്ത് ആരും അമ്പലത്തിൽ പോകുന്നത് രാമനൊക്കെ എന്നോ പോയി. അവിടെയാണ് നവോത്ഥാന പ്രക്രിയ തമിഴ്നാട്ടിൽ എങ്ങനെ പോയി, കേരളത്തിൽ എങ്ങനെ വന്നു, കർണാടകത്തിൽ എങ്ങനെ വന്നു, ഇതൊക്കെ പഠന വിഷയമാക്കേണ്ടതാണ്. നവോത്ഥാന പ്രക്രിയയുടെ ഏറ്റവും വലിയ അപജയം കാണുന്നത് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളും പ്രദേശങ്ങളുമാണ്. ഇപ്പോഴും ആ മുതൽ തട്ടി മാറ്റാൻ വേണ്ടി ഉള്ള പ്രകടനങ്ങളൊക്കെ മാറ്റാനാണ് രാജ്യം. Who can change the society?